സോറി, എന്റെ കൈക്കൊരു മുറിവ് പറ്റി. അടുത്തുള്ള ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ എന്നെ ഒന്നാക്കണം പ്ലീസ്. കയറിക്കൊള്ളൂ. ഡോക്ടറാണെന്ന് അറിഞ്ഞാലും കാലിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. ഏത് ഹോസ്പിറ്റൽ? ഓക്കെ, ഞാൻ ഉടനെ അവിടെ എത്താം. വിജയ്, ശല്യപ്പെടുത്തണ്ട. ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ്. വിക്രമൻ അങ്കിൾ. ആ, മാലതിയോ? വളരെ കാലമായല്ലോ കണ്ടിട്ട്. ഇദ്ദേഹം വിജയൻ എന്റെ ബിസിനസ് പാർട്ണറാണ്. വീട്ടിൽ അച്ഛനും മറ്റും സുഖമല്ലേ? അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. സോറി. മരിക്കുന്നത് വരെ വിക്രമൻ അങ്കിളിനെ കുറിച്ച് പറയുമായിരുന്നു. ആ, വിജയന്റെ മുറിവ് അല്പം സീരിയസ് ആണ്. ബുള്ളറ്റ് കൊണ്ടുള്ള മുറിവായതുകൊണ്ട് ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പോലീസ് കേസാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വിജയനെ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷേ ഇത് എന്റെ ഒരു അപേക്ഷയായി കണക്കാക്കണം പ്ലീസ്. ശരി. താങ്ക് യു. വെൽ ഡൺ കാദർ, വെൽ ഡൺ. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. മുതലാളിയെ പോലുള്ള ഒരു അനുഗ്രഹവും പിൻബലവും ഉണ്ടെങ്കിൽ ഇതിനും വലിയ കാര്യം ചെയ്യാൻ സാധിക്കും. എന്റെ അനുഗ്രഹവും പിൻബലവും എന്നും നിന്നോട് കൂടിയുണ്ട്. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് എവർ യു ആസ്ക്, കം ഓൺ. മുതലാളിയുടെ സന്മനസ് പോലെ എനിക്കെന്ത് തന്നാലും മതി. That's a nice boy. Well, Kader, here you are, my boy. മുതലാളി, അവൻ നമുക്ക് വേണ്ടി ഒരു വലിയ സേവനം ചെയ്തിട്ട്. അവൻ നമുക്ക് വേണ്ടി സേവനം ചെയ്തതല്ലേ? ഇവന്റെ മുതലാളിയെ വഞ്ചിച്ചിട്ടല്ലേ അവൻ നമുക്ക് സേവനം ചെയ്തത്? ഇന്നലെ വരെ പാലൂട്ടി കൈക്കല്ലേ അവൻ തിരിഞ്ഞു കൊത്തിയത്? നാളെ അവൻ എന്നെ കൊത്താൻ മടിക്കില്ല. നിങ്ങളോട് എങ്ങനെയാണ് ഇക്കാര്യം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താണ് ഡോക്ടർ? വളരെ താമസിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് അഡ്മിറ്റ് ചെയ്തത്. നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയവരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ എന്റെ മോക്ക് എന്ത് പറ്റി ഡോക്ടർ? നിങ്ങളുടെ മകൾ ഇനി സംസാരിക്കില്ല. ഡോക്ടർ, മോളെ, അച്ഛന്റെ ഓമനെ, അച്ഛന്റെ പൊന്നു മോളെ. പറമോളെ, ഒരു കുപ്പി കള്ളു കൊണ്ടുവാ. എടോ, തന്നോടാ പറഞ്ഞ ഒരു കുപ്പി കള്ളുണ്ട്. താനെന്താ പിടിച്ചു നോക്കിയിരിക്കുന്നത്? മുതലാളി, എനിക്കൊന്നിനും മനസ്സ് വരുന്നില്ല. എന്റെ മോള്, തനിക്ക് മാത്രമേ ഈ ലോകത്ത് മോളുള്ളൂ. പിന്നെ എന്നെ എവിടെ ഇരിക്കുന്നത്? വീട്ടിൽ പോയി കുത്തിരുന്നൂടെ? മുതലാളി, മുതലാളി എന്നെ പറയുന്നത് പോയിക്കോളൂ. തനിക്ക് ഞാൻ കണ്ടുതരാം. സുഖമായെന്ന് വെച്ച് അപകടത്തിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ. ചില അപകടങ്ങളെല്ലാം നമ്മൾ എത്ര ശ്രമിച്ചാലും തടയാനാവില്ല. ശരിയാണ് വിജയൻ പറഞ്ഞത്. ചിലതൊക്കെ വിധിയാണ്. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? വീടിനെ കുറിച്ചാണോ? എനിക്കേത് വീട്? ഇത് തന്നെയാണ് എന്റെ വീട്. ബന്ധുക്കൾ ആരുമില്ല.